സോ വെൽക്കം ടു ഡേ 2. ഇന്നലെ നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാൻ പോയതും പിന്നെ അവിടെ ശരിക്കും ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ സേ ഹായ്. ഹായ്. സോ ഇന്ന് ഇതൊരു കുക്കിംഗ് വ്ളോഗ് തന്നെയാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എവിടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാലും ഇപ്പം എല്ലായിടത്തും പോപ്പ് ഔട്ട് ആവുന്നത് മറ്റേ ദുബായിലെ വൈറൽ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് കണ്ട് കൊതിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് 2 weeks മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഐ ടോൾഡ് ഹർ ടു ബ്രിങ് ദാറ്റ് ആൻഡ് ഐ ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് വാസ് ഹെവൻലി. ആൻഡ് സിൻസ് ദെൻ I wanted to recreate my version of that chocolate. And ingredients അധികം ഈസിലി അവൈലബിൾ ആണോ ചോദിച്ചാൽ അല്ല. സോ ഞാനിപ്പം ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ദാറ്റ് ഔട്ട്. നമുക്ക് ബേസിക്കലി വേണ്ടത് ചോക്ലേറ്റ്, പിന്നെ ഈ ഷ്രെഡഡ് ഫിലോ ഡോ ആണ്. അതാണ് കുറച്ച് കിട്ടാൻ പാട്. ബട്ട് ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ദെയർ ഇൻ ഹൈപ്പർ മാർക്കറ്റ്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. what happened? I don't have. ഇത് തുറക്കുന്നില്ലല്ലോ. No, I can try with hazelnut. അല്ലെങ്കിൽ ഞാൻ പിസ്ത വാങ്ങിച്ചിട്ട് അതിൽ ഓൺലി ക്രാഫ്റ്റ് തന്നെ പീനട്ട് ബട്ടർ വേണം. പീനട്ട് ബട്ടർ വേണം. My question is why are you going to that? So welcome to day 2. ഇന്നലെ നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാൻ ലുലുവിൽ പോയതും പിന്നെ അവിടെ ശരിക്കും പോയപ്പോൾ എനിക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ 2-3 കടകളിലൊക്കെ പോയി എന്നിട്ട് പറ്റാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കിട്ടാത്തെന്ന് വെച്ചാൽ പിസ്ത ക്രീം ആയിരുന്നു. അത് ഞാൻ കുറേ ഹൈപ്പർ മാർക്കറ്റ്സിൽ പോയി എവിടെയും അവൈലബിൾ അല്ലായിരുന്നു. സോ ഞാൻ തന്നെ പിസ്ത വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ തന്നെ പിസ്ത ക്രീം ഉണ്ടാക്കി. സോ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. അങ്ങനെ പാടൊന്നുമില്ല. ഞാൻ ഒരു 200 grams ഓഫ് പിസ്ത വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ അതിനെ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. ആൻഡ് ദെൻ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു ന്യൂട്രൽ ഓയിൽ കൂടെ ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിച്ചത് എൻ്റെ കയ്യിൽ ന്യൂട്രൽ ഓയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓലിവ് ഓയിലാണ് കുറച്ച് ഒഴിച്ചത്. എന്നിട്ട് മിക്സിയിൽ നല്ലതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് പിസ്ത ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മച്ച് കോസ്റ്റ് എഫക്റ്റീവ് ഓൾസോ. സോ യാ, അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ റെസിപ്പിയിലേക്ക് കിടക്കാം. സോ കം. സോ നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ ഇൻഗ്രീഡിയൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിസ്ത ക്രീം ഫോർ ദ ഫില്ലിംഗ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുനാഫ ഡോ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും മിക്കവാറും കിട്ടും. ഈ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ എന്തായാലും കുനാഫ ഡോ കാണും. അപ്പോൾ കുനാഫ ഡോ ഞാൻ സ്വിറ്റ്സിൻ്റെ കുനാഫ ഡോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ ചോക്ലേറ്റ്. ഞാൻ ഒരു മിൽക്ക് ചോക്ലേറ്റും പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, 52% ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റിനും പാടും. സോ ഞാനിപ്പം 250 grams ഓഫ് കുനാഫയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അത് വാങ്ങിച്ച ബോക്സ് 500 grams ഓഫ് കുനാഫ ആയിരുന്നു. അപ്പം ഞാൻ അതിൽ പകുതി എടുത്തു. എന്നിട്ട് നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്യാം. ഈ ഒരു സൈസിൽ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. സോ ഇത് നമ്മൾ മാക്സിമം ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം മുറിച്ചിടാൻ. അത് കൈ വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുറിച്ചിടാൻ പറ്റും. സോ ഞാൻ കൈവച്ച് നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുനാഫേനെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം പാനിൽ കുറച്ച് ബട്ടർ ഇട്ടെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടിട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 2 tablespoon ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ഓൾമോസ്റ്റ് 250 gram കുനാഫ ഒന്ന് ടോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ
ബട്ടർ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഇടാം. ഇത് നമ്മൾ കരിയാണ്ട് സൂക്ഷിക്കണം. ഇപ്പൊ ഫ്ലെയിം നമ്മൾ അധികം ഹൈയിൽ ഇടണ്ട, ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി. സോ ഞാൻ കുനാഫ നല്ലതായിട്ട് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ടയർസം ജോലിയാണ്. ഇതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 to 15 minutes എടുത്തു. ബിക്കോസ് നല്ല ലോ ഹീറ്റിലാണല്ലോ നമ്മൾ ടോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഹൈയിലാണെങ്കിൽ നല്ല പെട്ടെന്ന് കരിയും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേറൊരു പരന്ന പ്ലേറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. So next is my favorite part, melting the chocolate. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, പക്ഷെ 52% ഉള്ളൂ. സോ ഇതിനകത്ത് ഷുഗറും എല്ലാം ഉണ്ട്. അപ്പം ഇത് 200 grams ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അത് ഇടാം. സോ ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് കോമ്പൗണ്ട് അല്ല, ചോക്ലേറ്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു സ്ലാബും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു 125 gram ആയിരിക്കും ഒരു സ്ലാബ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. സോ നമുക്കിനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഞാനിത് ഓവനിലാണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡും ഉപയോഗിക്കാം, പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഓവനിലാണ് ചെയ്യുന്നത്. സോ ഞാനിത് 2 minute 180 degrees Celsiusലാണ് ഹീറ്റ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. സോ ഞാൻ ഓവനിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുത്തത്, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു സ്മൂത്ത് ഒരു ഫിനിഷ് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഡബിൾ ബോയിൽ തന്നെ ചെയ്യാറ്. ഡബിൾ ബോയിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു സ്മൂത്ത് ഒരു ഫിനിഷ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഓവനിൽ കുറേ നേരം വെക്കാൻ കുറച്ച് പേടിയാണ്, ബിക്കോസ് ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ചോക്ലേറ്റ് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണെങ്കിൽ ആ ഒരു ടെൻഷനില്ല. ചോക്ലേറ്റ് ഇസ് മെൽറ്റഡ്. അപ്പം ഞാൻ ആദ്യം ഓവനിലാണല്ലോ ചെയ്തത്, പക്ഷേ ഐ സജസ്റ്റ് യു ഡു ഡബിൾ ബോയിലിംഗ്, ബിക്കോസ് ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ഫിനിഷ് വരുന്നത്. പിന്നെ ഓവൻ ആകുമ്പോൾ നമുക്കൊരു പേടിയാണ് ഇത് ബേൺ ആയോ ഇല്ലയോ അതുകൊണ്ട്. സോ ദിസ് വുഡ് ബി എ ഗുഡ് മെത്തേഡ് ടു മെൽറ്റ് ദ ചോക്ലേറ്റ്. നമുക്ക് ഇത് ചോക്ലേറ്റ് മോൾഡാണ്, നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിനും വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഈ ആദ്യത്തെ ഒരു തിൻ ലെയർ ഒരു കോട്ടിംഗ് പോലെ നമുക്ക് ഈ ചോക്ലേറ്റ് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടായിരിക്കും നമുക്ക് ഫില്ലിംഗ് വെക്കുന്നത് രാത്രിയുടെ. എന്നിട്ട് അതിന് മേളിൽ വീണ്ടും ഒരു ചോക്ലേറ്റ് ഫില്ലിംഗ് വെച്ച് നമ്മളത് കവർ ചെയ്യും. നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഒന്ന് ഈവൻലി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാൻ ആ ചോക്ലേറ്റ് മോഡിൽ ചോക്ലേറ്റ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈക്വലി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതൊരു ആദ്യം ഒരു തിൻ ലെയർ മതി, പക്ഷെ ഈവൻലി നമ്മുടെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ നമുക്കൊരു 10 minute ഇതൊന്ന് സെറ്റാക്കാൻ വയ്ക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കുനാഫ പിസ്താഷ്യോ അതിൻ്റെ ഒരു ഫില്ലിങ്ങും പിന്നെ ലാസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഫില്ലിങ്ങും കൂടെ വയ്ക്കാം. സോ ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടാണ്. സോ നമ്മൾ ചോക്ലേറ്റ് ഫില്ലിംഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കട്ടിയാവുന്ന വരെ നമുക്ക് നമ്മുടെ കുനാഫ ഫില്ലിംഗ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഇട്ട് നോക്കാം. പകുതി ഫില്ലിംഗ് ഇടാം. പിന്നെ ഇത് തഹീനി സോസാണ്. നമ്മുടെ എള്ളുണ്ടല്ലോ, എള്ള് അരച്ചത് ആണിത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇടുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ ആ ഒരു നട്ടി ഫ്ലേവർ കിട്ടും. ഞാൻ ആ ഒറിജിനൽ ചോക്ലേറ്റ് കഴിച്ചപ്പോൾ ഐ ഫെൽ അതിൽ ഒരു നട്ടി ഫ്ലേവർ ഈ തഹീനി
സോസ് ഒഴിക്കുമ്പോൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോട്ട് ഷുവർ. പക്ഷെ ഞാൻ എൻ്റെ റെസിപ്പിയിൽ 1 ടേബിൾ സ്പൂൺ തഹീനി സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് നെസസറി അല്ല, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ പിസ്താഷ്യോ എടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ 200 ഗ്രാം പിസ്താഷ്യോ ഞാൻ നല്ലതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ നോർമൽ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തു. പകുതി ഒന്ന് ഇട്ട് വെക്കാം. നമുക്കിതൊന്നൊന്ന് മിക്സ് ചെയ്യാം. സോ ഞാനെല്ലാം മിക്സ് ചെയ്തു. ഞാനിപ്പം ഒരു പകുതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ആ പിസ്താഷ്യോ ക്രീം ഫുൾ ഇട്ടു. പിന്നെ ഞാൻ ഈ പിസ്ത ഗ്രൈൻഡറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ പിസ്ത ക്രീമിൽ തന്നെ ഷുഗർ ആഡ് ചെയ്യാം. അഥവാ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ പിന്നെ അതിൽ ഓൾറെഡി ഷുഗർ കാണും. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ പിസ്ത അടിക്കുമ്പോൾ തന്നെ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അതിന് സ്വീറ്റ്നെസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ഇനി നമുക്ക് ഇത് ഈ ചോക്ലേറ്റ് മോൾഡിൽ ഫില്ല് ചെയ്യാം. ചോക്ലേറ്റ് ഇത് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഫില്ലിംഗ് റെഡിയാണ്. ഞാൻ 3 ഇതിലും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് കുനാഫ. ഇനി നമുക്ക് അതിന് മേളിൽ നമ്മുടെ ചോക്ലേറ്റ് സോസും കൂടെ വെച്ചു. ഈ എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. സോ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഓൾമോസ്റ്റ് 3 hours വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്യാം. സോ ദിസ് ഈസ് ഡേ 3. അപ്പോൾ ഇന്നലെ ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. ബട്ട് എനിക്കത് പിന്നെ എടുക്കാൻ ഉള്ള ടൈമില്ലായിരുന്നു. ബിക്കോസ് നമ്മൾ പുറത്തൊക്കെ പോകേണ്ടി വന്നു. പിന്നെ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ ലേറ്റായി. സോ കുഴപ്പമില്ല, നമുക്കപ്പോൾ ഇന്ന് എടുക്കാം. ഐ ഡോണ്ട് നോ അതെങ്ങനെ ആയിരിക്കും അത് ഡിമോൾഡ് ചെയ്യുമ്പോൾ കുട്ടി വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഐ വിൽ ഷോ ഇറ്റ് ടു യു ഗൈസ്. സോ നമുക്ക് എടുക്കാം. എടുത്തു. സൈഡ്സ് ഒന്ന് നോക്കാം. സെറ്റായില്ല. സോ ഞാൻ ഡിമോൾഡ് ചെയ്തു. ടു ബി വെരി ഓണസ്റ്റ്, നമ്മൾ ആദ്യം ഒരു ലെയർ ഇടുമല്ലോ ചോക്ലേറ്റിന്, ഒരു തിൻ ലെയർ, അതിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും അത് ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ ഞാനതൊരു 15 minutes ഞാൻ വെച്ചുള്ളൂ. അതുകൊണ്ട് താഴത്തെ ലെയർ അധികം സെറ്റായില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു കറക്റ്റ് ആ ഒരു ഹാർഡ് ഒരു ഷേപ്പിൽ വന്നില്ല. ബട്ട് സ്റ്റിൽ ഡിമോൾഡ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഷേപ്പിൽ, ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെങ്കിലും വന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കുറച്ചും കൂടെ ആ ഒരു ഇനിയും സെറ്റ് ആവാറുണ്ട്. ബിക്കോസ് താഴത്തെ ലെയർ സെറ്റായില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല ഗൈസ്. I will taste it and tell you how it is. It's crispy. Taste is really good. The kunafa filling is very crispy. The chocolate is really nice. Only thing is set ആയില്ല. ആ ഒരു പ്രശ്നമുള്ളായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി താഴത്തെ ലെയർ ഞാൻ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു. അതുകൊണ്ടാണ്. ബട്ട് നല്ല ടേസ്റ്റാണ്. സോ എൻ്റെ ഒരു മൂസ് ഒരു ടെക്സ്ചർ പോലെയായി. പക്ഷേ
ടേസ്റ്റ് ആക്ച്വലി ഈസ് റിയലി ഗുഡ്. ഞാനത് ആക്ച്വലി താഴത്തെ ലെയർ വെക്കുമ്പോൾ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതിയായിരുന്നു, അപ്പം കറക്റ്റ് ഒരു ബാറായിട്ട് കിട്ടിയേരെ. ബട്ട് ഞാൻ വേറെ ഒരു മോൾഡും കൂടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഐ ഹോപ്പ് ദാറ്റ് ആക്ച്വലി ടേൺസ് ഔട്ട് better than this, like the texture wise. Otherwise the taste, everything is really good. So yeah, do tell me if you try out this chocolate. And yeah, I'm a bit disappointed, but it's okay. So yeah, so see you in my next video. Till then, take care. Bye bye. It's amazing.